ആത്മാവ് ATMA ഓൾവേസ് എക്സിസ്റ്റിംഗ്, എപ്പോഴും നിലനിൽക്കുന്നു. ദാറ്റ് വിച്ച് കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തത്. മീ ഒറിജിനൽ, യഥാർത്ഥ ഞാൻ. ഓൾവേസ് സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്, എപ്പോഴും ആനന്ദത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചെറിയൊരു ഉറുമ്പ് മുതൽ ബ്രഹ്മദേവൻ വരെ ആനന്ദം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ദേഹിനോ അസ്മിൻ യഥാ ദേഹി കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരം പ്രാപ്തി. ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് കൗമാരാവസ്ഥയിൽ നിന്ന് യൗവനാവസ്ഥയിൽ നിന്ന് വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നു. ഒടുവിൽ ശരീരം ഉപേക്ഷിച്ച് അടുത്തൊരു ശരീരത്തിലേക്ക് പോകുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. ഒരു ശസ്ത്രങ്ങൾക്കും ഈ ആത്മാവിനെ ഛേദിക്കാൻ കഴിയില്ല. ഒരു തീക്ക് ഇതിനെ കത്തിക്കാൻ കഴിയില്ല. ഒരു വെള്ളത്തിൽ ഇത് അലിഞ്ഞു ചേരത്തില്ല. ഒരു കാറ്റിനും ഇതിനെ പൊടിയാക്കി പറപ്പിക്കാൻ കഴിയില്ല. ഒരു പഞ്ചഭൂതത്തിലെ ഒരു ശക്തികൾക്കും ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല. ആത്മാവ് മാറ്റമില്ലാത്തതാണ്, എപ്പോഴും നിലനിൽക്കും. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ശരീരം മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ അസ്തിത്വം എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ആരാണ് എന്ന ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. ഒരു പട്ടി എപ്പോഴെങ്കിലും കണ്ണാടി നോക്കിയിട്ട് ഞാൻ ആരാണ് എന്ന് ചോദിക്കോ? ഞാൻ ഈ പട്ടി തന്നെയാണോ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പൂച്ചയ്ക്ക് ഇത് ചിന്തിക്കാൻ കഴിയോ? ഇല്ല. മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയണം. നമ്മളെ ബദ്ധാത്മാക്കൾ എന്നാണ് പറയുന്നത്. ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ബന്ധിതരായിട്ടിരിക്കുന്ന, കാരാഗ്രഹത്തിലിരിക്കുന്ന കുറ്റവാളികളെ പോലെ. ദേവന്മാർ മുതൽ അധമ ജന്മങ്ങളെടുത്ത മൃഗജന്മങ്ങൾ പോലും എല്ലാവരും ബദ്ധാത്മാക്കളാണ്. അവർ കർമ്മബന്ധനത്തിൽ പെട്ടുകിടക്കുകയാണ്. ഒരു ക്രിമിനൽ ജയിലിനകത്ത് കിടക്കുകയാണ്. ആൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യമില്ല. എന്താണ്? ഭക്ഷണം കിട്ടുന്ന ഉറങ്ങുന്ന നല്ല സുഖ ജീവിതമാണ്. അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു ഫ്രീഡം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? അതേപോലെ നമ്മൾ ഈ ലോകമാകുന്ന ജയിലിനകത്ത്, നമ്മുടെ ശരീരമാകുന്ന സെല്ലിനകത്ത്, മനസ്സാകുന്ന ചങ്ങലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ യഥാർത്ഥത്തിൽ, ഇതിനപ്പുറത്ത് നിങ്ങളുടെ ഒറിജിനൽ വെർഷൻ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ ശരീരത്തിന്റെയും മനസ്സിന്റെയും ലിമിറ്റേഷൻസിന്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതാണെന്ന് നിങ്ങൾ തോന്നുകയാണ്. പക്ഷെ നിങ്ങൾ ഷോക്കായി പോകും. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വെർഷൻ മനസ്സിലാക്കുമ്പോൾ യു വിൽ ബി സൂപ്പർ ഹ്യൂമൻസ്. ചെലന്തി ഒന്നും കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുവന്ന നിക്കറിടേണ്ട, രാത്രി വവ്വാലിന്റെ ഡ്രസ് ഇടേണ്ട, ഇടിവെട്ടി മിന്നൽ മുരളി ആവേണ്ട ആവശ്യമില്ല. We all are superhumans. Actually not superhumans, we are spiritual beings. നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്പിരിച്വൽ എനർജീസ് ഉണ്ട്. നമ്മൾ അതിനെ ആക്സസ് ചെയ്താൽ മതി. ജനനത്തിന് മുമ്പേയും മരണത്തിന് ശേഷവും നമ്മളുണ്ട്. ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതൊരു വ്യക്തി അകത്തുണ്ട്. ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വ്യക്തിയാണ്. ആ വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ സോഴ്സായ പരമാത്മാവിനെ മനസ്സിലാക്കുക. ഈ വ്യക്തി പരമാത്മാവും ഒരുമിച്ച് താമസിക്കുന്ന ആധ്യാത്മിക ലോകം, ഭഗവാന്റെ ധാമം, ഇത് മനസ്സിലാക്കുക എന്നതാണ് എല്ലാ ജീവജാലങ്ങളുടെയും പരമോന്നതമായ ലക്ഷ്യം.